നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാല് ഒരു അമ്മയുടെ കഥയാണ്. തന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വീട്. അത് സ്നേഹത്തോടെ മകന് നൽകുന്നു. പ്രതിഫലമായി അവരാവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളൂ: വാർദ്ധക്യകാലത്ത് ഒരു സംരക്ഷണം. പക്ഷേ ആ വാക്ക് ലംഘിക്കപ്പെട്ടപ്പോൾ അവർക്ക് നീതി തേടി രാജ്യത്തെ ഏറ്റവും വലിയ കോടതി വരെ പോകേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ പങ്കുവെച്ച ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി നിയമപുസ്തകങ്ങളിലെ വരണ്ട അക്ഷരങ്ങൾക്കപ്പുറമുള്ള ഒരു സുപ്രധാന സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഇത് വെറും ഒരു കുടുംബവഴക്കിന്റെ കഥയല്ല. നിയമം എപ്പോഴാണ് ഒരു രേഖയിലെ വാക്കുകൾക്കപ്പുറം പോയി അത് നൽകുന്ന ആളുടെ ഒരു ഉദ്ദേശത്തെയും പ്രതീക്ഷയുമൊക്കെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നത് എന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ശരിയാണ്. നിയമത്തിനൊരു മാനുഷിക മുഖം നൽകിയ വിധി എന്ന് തന്നെ പറയാമല്ലേ? അതെ, തീർച്ചയായും. ഇപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. മധ്യപ്രദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. ഊർമിള ദീക്ഷിത് എന്ന അമ്മയും പിന്നെ അവരുടെ മകൻ സുനിൽ ദീക്ഷിതും, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങള്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? സംഭവം നടക്കുന്നത് 2019-ലാണ്. ഊർമിള ദീക്ഷിത് തന്റെ ജീവിതകാലത്തെ അധ്വാനം കൊണ്ട് പണിത ഒരു വീടും സ്ഥലവും അതൊരു ദാനാധാരം അഥവാ ഗിഫ്റ്റ് ഡീഡ് വഴി മകൻ സുനിലിന്റെ പേരിലേക്ക് അങ്ങെഴുതി നൽകി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണയായി കാണുന്നൊരു കാര്യമാണല്ലോ. മാതാപിതാക്കൾ മക്കൾക്ക് സ്വത്ത് ഭാഗം വെച്ചു കൊടുക്കുന്ന ഒരു രീതി. പക്ഷേ നിങ്ങൾ തന്ന രേഖകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സാധാരണ ഗിഫ്റ്റ് ഡീഡ് ആയിരുന്നില്ല എന്നാണ്. ഇതിന്റെ കൂടെ വേറൊരു നിർണായകമായ രേഖ കൂടി ഉണ്ടായിരുന്നു, അല്ലേ? അതെ, കൃത്യം. അവിടെയാണ് ഈ കേസിന്റെ ഗതി തന്നെ നിർണയിച്ച ആദ്യത്തെ ഒരു ഘടകം വരുന്നത്. ഈ ദാനാധാരത്തോടൊപ്പം തന്നെ മകൻ സുനിൽ ഒരു വചൻപത്ര, അതായത് ഒരു വാഗ്ദാനപത്രം കൂടി ഒപ്പിട്ട് നൽകിയിരുന്നു. ഓഹോ, വചൻപത്ര. അതായത് വെറുമൊരു വാക്കായിരുന്നില്ല അത്. അല്ല, അതൊരു നിയമപരമായ പ്രമാണം തന്നെയായിരുന്നു, ഒരു ലീഗൽ ഡോക്യുമെന്റ്. ശരി. അപ്പോ നിങ്ങൾ എനിക്ക് സ്വത്ത് തരൂ, പകരം ഞാൻ നിങ്ങളെ ശിഷ്ടകാലം നോക്കിക്കോളാം എന്നൊരു ധാരണ രേഖാമൂലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെ. ഒരു രക്ഷിതാവിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതിൽ കൂടുതലൊരു ഉറപ്പ് കിട്ടാനില്ലല്ലോ. പക്ഷേ സ്വത്തിന്റെ രേഖകളൊക്കെ കയ്യിൽ കിട്ടിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞെന്ന് തോന്നുന്നു. ആ മാറ്റം അത് വളരെ ക്രൂരമായിരുന്നു. ഉറവിടങ്ങളിൽ പറയുന്നതനുസരിച്ച് സംരക്ഷണം പോയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു. അയ്യോ. ഭക്ഷണം, മരുന്ന്, പിന്നെ സ്നേഹത്തോടെയുള്ളൊരു വാക്ക് ഒന്നും കിട്ടിയില്ല. സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ ആ മാതാപിതാക്കൾ ശരിക്കും അന്യരെ പോലെയായി. ഇത് സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണല്ലോ അവർ നിയമസഹായം തേടാൻ തീരുമാനിക്കുന്നത്. അവരാദ്യം എങ്ങോട്ടാണ് പോയത്? ജില്ലാ ട്രൈബ്യൂണലിലേക്കാണോ? അതെ. ഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇത്തരം സാഹചര്യങ്ങൾക്കായി ഒരു പ്രത്യേക നിയമമുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം 2007-ൽ വന്ന ഒരു നിയമമാണ്. ഈ നിയമപ്രകാരം സ്ഥാപിച്ച ജില്ലാ ട്രൈബ്യൂണലിലാണ് അവർ പരാതി നൽകിയത്. എന്നിട്ട് ട്രൈബ്യൂണലിന്റെ വിധി എന്തായിരുന്നു? ട്രൈബ്യൂണൽ കാര്യങ്ങൾ വിശദമായി പഠിച്ചു. എന്നിട്ട് ആ അമ്മയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞു. ആ ദാനാധാരം റദ്ദാക്കാൻ ഉത്തരവിട്ടു. ആശ്വാസം. അപ്പോ അവിടെ വെച്ച് ആ അമ്മയുടെ ദുരിതം തീർന്നു എന്ന് നമ്മൾ കരുതും. പക്ഷെ മകൻ ആ വിധി അത്ര പെട്ടെന്ന് അംഗീകരിച്ചില്ല, അല്ലേ? അയാൾ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. അതെ, അവിടെയാണ് ഈ കേസിന്റെ നിയമപരമായ പോരാട്ടം ശരിക്കും തുടങ്ങുന്നത്. കാര്യങ്ങൾ വീണ്ടും സങ്കീർണമായി. ഹൈക്കോടതി നിയമത്തെ വളരെ കർശനമായി അതിന്റെ സാങ്കേതിക വശങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചു. അതിന്റെ ഫലമായി ഹൈക്കോടതിയുടെ വിധി മകൻ അനുകൂലമായി വന്നു. അതെ. ഒരു മിനിറ്റ്, ട്രൈബ്യൂണലിന്റെ വിധി എങ്ങനെയാണ് ഹൈക്കോടതിക്ക് റദ്ദാക്കാൻ പറ്റിയത്? എന്തായിരുന്നു ഹൈക്കോടതിയുടെ ന്യായം? ഹൈക്കോടതിയുടെ വാദം വളരെ ലളിതമായിരുന്നു. നിയമത്തിന്റെ കണ്ണിൽ ഊർമിള ദീക്ഷിത് മകന് നൽകിയത് ഒരു ദാനാധാരമാണ്, ഒരു ഗിഫ്റ്റ് ഡീഡ്. നിയമപ്രകാരം ഒരു ദാനാധാരം ഒരിക്കൽ നൽകി കഴിഞ്ഞാൽ അത് പൂർണ്ണമാണ്, അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പിന്നെ കോടതി പറഞ്ഞ പ്രധാന കാര്യം ആ ആധാരത്തിന്റെ ഉള്ളിൽ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നൊരു വ്യവസ്ഥ അഥവാ കണ്ടീഷൻ എഴുതി ചേർത്തിട്ടില്ല എന്നതായിരുന്നു. ഓക്കേ. അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് മാത്രം മകൻ സംരക്ഷിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ആധാരം റദ്ദാക്കാൻ നിയമപരമായി സാധിക്കില്ല. ഇതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. ഇത് കേൾക്കുമ്പം ഒരു സാധാരണക്കാരന് ദേഷ്യം വരും. അതായത്
എന്നെ നോക്കണമെന്ന് ആധാരത്തിൽ പ്രത്യേകം എഴുതിയില്ലെങ്കിൽ മകനൊരു ഉത്തരവാദിത്വവുമില്ലെന്നാണോ? അപ്പോ ആ വചൻപത്രത്തിന് ഒരു വിലയുമില്ലേ? ആ വചൻപത്രവും ദാനാധാരവും രണ്ട് വ്യത്യസ്ത രേഖകളാണ്. ശരി. ദാനാധാരം സ്വയം പൂർണ്ണമാണ്. അതിനെ റദ്ദാക്കണമെങ്കിൽ അതിനുള്ള കാരണം ആധാരത്തിൽ തന്നെ വേണം എന്നായിരുന്നു അവരുടെ വാദം. ഒരു സാധാരണ സിവിൽ കേസ് പോലെയാണ് ഹൈക്കോടതി ഇതിനെ കണ്ടത്. ആധാരത്തിൽ എന്തുണ്ട് അതുമാത്രം നോക്കി. ആ, അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരാഘാതമായിരുന്നിരിക്കണം. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരവസ്ഥ. തീർച്ചയായും. അവിടെ നിന്നാണ് അവര് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അതെളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നിരിക്കില്ല. ഇവിടെയാണ് ഈ കേസിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറുന്നത്. അതെ, സുപ്രീം കോടതി ഈ കേസിനെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ്. കോടതി നിയമത്തിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ആ നിയമത്തിന്റെ ആത്മാവിനെയാണ്, അതിന്റെ സ്പിരിറ്റിനെയാണ് പരിഗണിച്ചത്. നിയമത്തിന്റെ ആത്മാവ്. അതെ. എന്തിനാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം പോലൊരു നിയമമുണ്ടാക്കിയത്? മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഈ കേസിനെ നോക്കിക്കണ്ടത്. അപ്പോ എന്തായിരുന്നു സുപ്രീം കോടതിയുടെ ആ നിർണായകമായ കണ്ടെത്തൽ? ഹൈക്കോടതിയുടെ വാദങ്ങളെ എങ്ങനെയാണ് അവർ മറികടന്നത്? ഇതിലെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. സുപ്രീം കോടതി പറഞ്ഞത്, ഒരു രക്ഷിതാവ് മകനോ മകൾക്കോ സ്വത്ത് ദാനമായി നൽകുമ്പോൾ ആ ആധാരത്തിൽ സംരക്ഷണം എന്ന വാക്ക് എഴുതിയിട്ടില്ലെങ്കിൽ പോലും അതിൽ പരോക്ഷമായ ഒരു വ്യവസ്ഥ അഥവാ ഇംപ്ലൈഡ് കണ്ടീഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇംപ്ലൈഡ് കണ്ടീഷൻ. അതെ, ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ വാർദ്ധക്യകാലത്ത് തങ്ങളെ പരിപാലിക്കുമെന്ന പ്രതീക്ഷ. ഇത് കുടുംബ ബന്ധങ്ങളിലെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. പരോക്ഷമായ വ്യവസ്ഥ, ഇത് വളരെ ശക്തമായൊരു പ്രയോഗമാണല്ലോ. അതായത് എഴുതി വെച്ചില്ലെങ്കിലും അങ്ങനൊരു ധാരണയുണ്ടെന്ന് നിയമം അനുമാനിക്കുന്നു. പക്ഷേ വെറുമൊരു ധാർമ്മികമായ കാര്യം പറഞ്ഞതുകൊണ്ട് നിയമപരമായി നിലനിൽക്കുമോ? ഇതിനെന്ത് നിയമപരമായ പിൻബലമാണ് കോടതി കണ്ടെത്തിയത്? അതാണ് ഏറ്റവും പ്രധാനം. കോടതി വെറുതെ ഒരു തത്വം പറയുകയായിരുന്നില്ല. കോടതി നമ്മൾ നേരത്തെ പറഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിലെ 23-ാം വകുപ്പ്, അതായത് സെക്ഷൻ 23 എടുത്തുപയോഗിച്ചു. സെക്ഷൻ 23. അതെ, ആ വകുപ്പിൽ പറയുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കാം എന്ന വ്യവസ്ഥയോടെയാണ് സ്വത്ത് കൈമാറ്റം നടന്നതെങ്കിൽ പിന്നീട് ആ സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സ്വത്ത് കൈമാറ്റം നടന്നത് വഞ്ചനയിലൂടെയോ അല്ലെങ്കിൽ അന്യായമായ സ്വാധീനത്തിലൂടെയോ, അതായത് ഫ്രോഡ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെന്ന് കണക്കാക്കാം. ഓക്കെ. അവിടെ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അപ്പോ വ്യഞ്ജന എന്ന വാക്കിന് കോടതി ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണോ? അതായത് സ്വത്ത് വാങ്ങുന്ന സമയത്ത് മകന് ദുരുദ്ദേശമുണ്ടായിരുന്നോന്നാണോ കോടതി പറയുന്നത്? അതോ പിന്നീടുള്ള മോശം പെരുമാറ്റത്തെ മുൻകാല പ്രാബല്യത്തോടെ ഒരു വ്യഞ്ജനയായി കാണുകയാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. കോടതി രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ചെയ്തത്. മകന്റെ പിന്നീടുള്ള പെരുമാറ്റം, അതായത് സംരക്ഷണം നിഷേധിച്ചത്, അത് സ്വത്ത് കൈമാറ്റം നടന്ന സമയത്ത് തന്നെ അയാൾക്ക് സത്യസന്ധമായ ഉദ്ദേശ്യമില്ലായിരുന്നു എന്നതിന്റെ തെളിവായി കോടതി കണക്കാക്കി. ആ വാഗ്ദാനം പാലിക്കാൻ അയാൾക്ക് ഉദ്ദേശ്യമുണ്ടായിരുന്നില്ല. അതിനാൽ ആ പ്രവൃത്തി തന്നെ ഒരു വ്യഞ്ജനയാണ്. ഈ ഒരു വ്യാഖ്യാനത്തിലൂടെ മകന്റെ മോശം പെരുമാറ്റവും ദാനാധാരത്തിന്റെ നിയമസാധുതയും തമ്മിൽ കോടതി നേരിട്ട് ബന്ധിപ്പിച്ചു. അവിശ്വസനീയം. ഇതോടെ ഹൈക്കോടതിയുടെ വാദം പൂർണ്ണമായും തകർന്നുപോയി. ദാനാധാരത്തിൽ വ്യവസ്ഥ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമായി. സംരക്ഷണമെന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ട നിമിഷം ആ സ്വത്ത് കൈമാറ്റത്തിന്റെ നിയമപരമായ അടിത്തറ തന്നെ ഇല്ലാതായി. കൃത്യമായി. സംരക്ഷിക്കുമെന്ന ഉറപ്പ് ഒരു മുൻകൂർ വ്യവസ്ഥയായി, ഒരു പ്രീ കണ്ടീഷനായി നിയമം കാണുന്നു. ആ വ്യവസ്ഥ ലംഘിച്ചാൽ ആ കരാർ തന്നെ അസാധുവാകും. ഇവിടെ ദാനാധാരം ഒരു സാധാരണ സമ്മാനമല്ല, മറിച്ചൊരു വ്യവസ്ഥയോടുകൂടിയുള്ള കൈമാറ്റമായി മാറി. ശരിയാണ്. ഇതൊരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് നിയമവ്യാഖ്യാനത്തിൽ. അതെ. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ആകെ തുക എന്താണ്? എന്തായിരുന്നു സുപ്രീം കോടതിയുടെ അന്തിമ വിധി? കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കി. ജില്ലാ ട്രൈബ്യൂണലിന്റെ വിധി ശരിവച്ചു. ദാനാധാരം ഉടനടി റദ്ദാക്കാനും മകൻ വീട്ടിൽ നിന്ന് ഒഴിയാനും ആ സ്വത്ത് തിരികെ അമ്മയുടെ പേരിലേക്ക് മാറ്റാനും കർശനമായി നിർദ്ദേശിച്ചു. നിയമം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി ആ അമ്മയ്ക്കൊരു സംരക്ഷണ കവചമായി മാറിയെന്ന് പറയാം. ഇത് കേവലം ഊർമിള ദീക്ഷിത്തിന്റെ മാത്രം വിജയമല്ല. സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയം വരുന്നുണ്ട്. ഈ വിധി ഒരുപക്ഷെ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ?
അതായത് മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വത്ത് തിരികെ പിടിക്കാനുള്ളൊരു എളുപ്പവഴിയായി ചില മാതാപിതാക്കൾ ഇതിനെ ഉപയോഗിക്കുമോ? അതൊരു പ്രസക്തമായ ആശങ്കയാണ്. എന്നാൽ കോടതികൾ അത്തരം കേസുകളിൽ വിവേകത്തോടെയാകും പെരുമാറുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കേസിൽ മകന്റെ ഭാഗത്തു നിന്നുണ്ടായത് വെറും അവഗണനയായിരുന്നില്ല, അതൊരു ക്രൂരമായ പീഡനമായിരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. ശരിയാണ്. ഒരു ചെറിയ കുടുംബവഴക്കിന്റെ പേരിൽ ഈ നിയമം ഉപയോഗിച്ച് ദാനാധാരം റദ്ദാക്കാൻ സാധിക്കില്ല. സംരക്ഷണം നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നു എന്ന് തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിധി ഒരു ഭീഷണിയായി കാണുന്നതിനു പകരം മക്കൾക്ക് അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലായി കാണുന്നതാണ് ശരി. ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമം ഒരു നിർജീവമായ വസ്തുവല്ല. അത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സുപ്രീം കോടതി ഇവിടെ ചെയ്തത് നിയമത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, സാമൂഹിക നീതി ഉറപ്പാക്കുക കൂടിയാണ്. അതെ, നിയമപരമായ അവകാശങ്ങളും ധാർമ്മികമായ കടമകളും, പ്രത്യേകിച്ച് കുടുംബബന്ധങ്ങൾക്കുള്ളിൽ എത്രമാത്രം കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് ഈ വിധി അടിവരയിടുന്നു. ഒരു രേഖ റദ്ദാക്കുക വഴി കോടതി തകർന്ന ഒരു വിശ്വാസത്തെയാണ് ഒരു തരത്തിൽ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചത്. സ്വത്ത് നൽകുന്നത് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പുറത്താണ്. ആ വിശ്വാസമാണ് എല്ലാറ്റിനും മുകളിൽ നിൽക്കേണ്ടത് എന്ന് കോടതി സമൂഹത്തോട് പറയുകയായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യം കൂടി നൽകി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ കേസ് ഒരു ഔദ്യോഗിക രേഖയായ ദാനാധാരത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. എന്നാൽ ഇത്തരം ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ വാക്കാലുള്ള ഉറപ്പുകളുടെ പുറത്ത് നടക്കുന്ന സ്വത്ത് കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ അനന്തരാവകാശ ക്രമീകരണങ്ങൾ, അത്തരം സാഹചര്യങ്ങളിൽ ഈ പരോക്ഷമായ സംരക്ഷണ ചുമതല എന്ന തത്വം ഭാവിയിൽ എങ്ങനെയായിരിക്കും ബാധകമാവുക? നിയമത്തിന് എത്രത്തോളം മുന്നോട്ടു പോകാൻ സാധിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.